And welcome to the new video. Last video നമ്മൾ ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് പ്രിവെന്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞതാണ്. ഒന്ന് സാച്ചുറേഷൻ അരിത്തമെറ്റിക്കും പിന്നെ സ്കെയിലിംഗ്. അപ്പോൾ അതിലെ സ്കെയിലിംഗ് എന്താണെന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് അവിടെ ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാച്ചുറേഷൻ ചെയ്യുമ്പോൾ ക്ലിപ്പർ ടൈപ്പ് നോൺ ലീനിയാരിറ്റി വരും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റോഷൻ വരും സിഗ്നൽ. അപ്പോൾ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്കെയിലിംഗ്. So, in order to limit the signal distortion due to frequent overflows, the input to the adder can be scaled such that the overflow becomes a rare event. അതായത് നമ്മൾ ആഡറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ തന്നെ സ്കെയിൽ ഡൗൺ ചെയ്ത് വെക്കും. ഇപ്പോൾ സ്കെയിൽ ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പലപ്പോഴും സെൻസറുകളുടെ ഒക്കെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ വളരെ ഹൈ റേഞ്ചിലുള്ള കറണ്ടോ വോൾട്ടേജ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സെൻസറുകൾ എന്തായാലും അത് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു പ്രോസസ്സറിലേക്ക് അല്ലെങ്കിൽ കൺട്രോളറിലേക്ക് കൊടുക്കണമെങ്കിൽ ചെറിയ റേഞ്ചായി മാറ്റും. അതിൻ്റെ സ്കെയിൽ ഡൗൺ ചെയ്യും. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ ഇൻപുട്ടിനെ ഒരു സ്കെയിൽ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കെയിലിംഗ് ഫാക്ടർ, സ്കെയിലിംഗ് ഫാക്ടർ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു b0 പ്ലസ് b1 z raised to minus 1 plus b2 z raised to minus 2 divided by 1 plus a1 z raised to minus 1 plus a2 z raised to minus 2 ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ പ്രകാരമുള്ള റിയലൈസേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇൻപുട്ടിനെ അങ്ങോട്ട് സ്കെയിൽ ചെയ്തിട്ടാണ് വിടുന്നത് ആലോചിക്കുക. അതായത് ഇൻപുട്ട് ഇവിടെ വെച്ചിട്ട് ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സേ എസ്. അപ്പോൾ ഈ എസ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതിൽ എഫക്റ്റ് ആവുക ഇൻറ്റു എസ് എന്നുള്ള രീതിയിൽ വരും. പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കും, ഈ ഓവർഫ്ലോ എന്നുള്ള കാര്യം അവിടെ ഒഴിവാക്കും. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത്, സ്കെയിലിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്കെയിലിംഗ് അപ്രോച്ച് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ബേസിക് അപ്രോച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അസംഷൻസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ഇതൊക്കെയാണ്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഇസ് ദ ഇൻപുട്ട് ടു ദ സിസ്റ്റം. എച്ച് കെ ഓഫ് എൻ is the impulse response between the input and output of node k. Okay, സോ ഒരു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോഡ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇപ്പോൾ ലെറ്റ് ദിസ് ബി നോഡ് കെ, ഈ ഒരു രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ നോഡ് കെ. അതായത് ഇപ്പോൾ ഇവിടെ ഡബ്ല്യു ഓഫ് എൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഡബ്ല്യു ഓഫ് എൻ എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമ്പൾസ് റെസ്പോൺസിനെയാണ് നമ്മൾ എച്ച് കെ ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് വൈ കെ ഓഫ് എൻ ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം അറ്റ് നോഡ് കെ. ഇപ്പോൾ ഇവിടുത്തെ റെസ്പോൺസിനെയാണ് നമ്മൾ വൈ കെ ഓഫ് എൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് ചിലപ്പോൾ ഡബ്ല്യു ഓഫ് എന്ന് പകരം വൈ കെ ഓഫ് എൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ എച്ച് കെ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് ആണ്, വൈ കെ ഓഫ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കൺവല്യൂഷൻ ഫംഗ്ഷൻ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇമ്പൾസ് റെസ്പോൺസ് കൺവല്യൂഷൻ വിത്ത് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ കെ ഓഫ് എൻ ഈക്വൽ ടു എച്ച് കെ ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. അതിൻ്റെ ബേസിക് കൺവല്യൂഷൻ സമ്മിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ സിഗ്മ എം ആണ് വാരിയബിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത്. സിഗ്മ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് കെ ഓഫ് എം എക്സ് ഓഫ് എൻ മൈനസ് എം രീതിയിൽ വരും. ഓക്കെ, ഇതിൽ ഞാൻ രണ്ട് സൈഡിലും മോഡുലസ് വാല്യൂ എടുക്കാമെന്ന് വിചാരിക്കുക. അതായത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കാമെന്ന് നോക്കുക. ഓൺ ടേക്കിംഗ് ആബ്സല്യൂട്ട് വാല്യൂ, രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുകയാണ്, ആബ്സല്യൂട്ട് വാല്യൂ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇത് എന്തായിട്ട് മാറും, നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് വൈ കെ ഓഫ് എൻ is equal to modulus of this value, that is the total summation. അപ്പോൾ സമ്മേഷൻ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ജസ്റ്റ് കോപ്പി മോഡുലസ് ഓഫ് ദിസ് തിങ്, ഈ രീതിക്കാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. മോഡുലസിനെ വേണമെങ്കിൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇത് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഈക്വൽ ടു സിഗ്മ സമ്മേഷനെ പുറത്തേക്ക് എടുത്തു, എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എച്ച് കെ ഓഫ് എം ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം എന്നുള്ള രീതിയിൽ ഞാനത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് എഴുതി. ഇനി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാം മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ അങ്ങോട്ട് അസ്യൂം ചെയ്യാണ്. അപ്പോൾ മാക്സിമം ഇൻപുട്ടിനെ ലിമിറ്റ് ചെയ്യുക. സോ ലെറ്റ് ദ
maximum value of input be a suffix x such that എന്താ സംഭവിക്കുക mod x of n minus m മാക്സിമം പോവാവുന്നത് ഇതിലേക്കാണ് എ എക്സിലേക്കാണ്. അപ്പോൾ ഇറ്റ്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എക്സ് എന്ന രീതിയിൽ വരും. ഓക്കെ, അത് നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്ക് mod yk ഓഫ് n ഈക്വൽ ടു എന്ന് എഴുതാം സമ്മേഷൻ m ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod hk ഓഫ് m, മറ്റേ പകരം ഞാൻ എന്തെന്ന് കൊടുക്കുന്നു എ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ എ എക്സ് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് എഴുതാം. സോ എ എക്സ് സമ്മേഷൻ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod എച്ച് കെ ഓഫ് എം എന്നുള്ള രീതിയിൽ വരും അല്ലേ. ഇനി നമുക്ക് അറിയാം ഡൈനാമിക് റേഞ്ച് നോർമലി നമ്മൾ എടുക്കുന്നത് -1 to 1 ആണ്. സോ ഇഫ് ദി dynamic range of the digital system is -1 to 1, then അപ്പോൾ നമുക്കറിയാം അതാണ് മാക്സിമം വാല്യൂ വരുന്നത്. മാക്സിമം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും 1 ആണ് വരുന്നത്. അപ്പോൾ വൈ കെയുടെ മാക്സിമം പോകാവുന്നത് അപ്പോൾ എത്രയാണ് 1 ആണ്. അപ്പോൾ ദെൻ വി ഹാവ് mod വൈ കെ ഓഫ് എൻ എന്തായാലും എന്തിനും ചോടയാവുള്ളൂ 1നും ചോടെ എന്നുള്ള രീതിയിൽ മാക്സിമം ഡൈനാമിക് റേഞ്ച് ആണ് അത് വരുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇതിവിടെ അതും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്കൊരു കണ്ടീഷൻ കിട്ടും. അപ്പോൾ അതായത് നമുക്ക് എന്ത് എഴുതാം എന്നിട്ട് ഞാൻ ഈ റൈറ്റ് സൈഡ് ആദ്യം എഴുതണമെന്ന് മാത്രം. സോ എ എക്സ് ഇൻറ്റു സമ്മേഷൻ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod എച്ച് കെ ഓഫ് എം ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു വരില്ല ലെസ് ദാൻ എന്തായിട്ട് എഴുതാം 1 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. അല്ലെങ്കിൽ ഓർ വി ഹാവ് എ എക്സ് ലെസ് ദാൻ 1 ഡിവൈഡഡ് ബൈ സിഗ്മ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod എച്ച് കെ ഓഫ് എം. ഓക്കെ, അപ്പോൾ ഈ എ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിനെ ലിമിറ്റ് ചെയ്തതാണ്. ലെറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് ബി എ എക്സ്. അപ്പോൾ നമുക്കിത് മാക്സിമം വാല്യൂ ഓഫ് ദി ഇൻപുട്ട് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് ഓവർഫ്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഇപ്പോൾ ഇത് ഓവർഫ്ലോ ഒഴിവാക്കത്തക്ക രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് -1 to 1 എന്നുള്ള ഡൈനാമിക് റേഞ്ചിലേക്ക് എത്തിക്കാനുള്ള കണ്ടീഷൻ. അങ്ങനെയാണ് ഇവിടെ നമ്മൾ mod എച്ച് കെ ഓഫ് എമ്മിന് 1 കൊടുത്ത് എ എക്സ് ആണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിക്ക് എ എക്സ് നമ്മൾ ലിമിറ്റ് ചെയ്യാണ്, മാക്സിമലി ലിമിറ്റ് ചെയ്യാണ് സച്ച് ദാറ്റ് ദ കണ്ടീഷൻ ഡൈനാമിക് റേഞ്ച് ഈസ് നോട്ട് ഗോയിങ് എബോവ് ദിസ് റേഞ്ച് -1 to 1. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. എന്തിൻ്റെ നമ്മളുടെ ഓവർഫ്ലോ ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ്. നമുക്ക് എ എക്സ് ഇതിൻ്റെ മാക്സിമം വാല്യൂ ഈ രീതിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിസിഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ നഷ്ടപ്പെടും. കുറച്ച് പ്രിസിഷൻ വിൽ ബി ലോസ്റ്റ്. കാരണം എന്താ വെച്ചാൽ അത്രയും സിവിയർ ആയിരിക്കും കറക്റ്റ് നമ്മളിത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ സ്കെയിലിംഗ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് അത്രയ്ക്ക് ഉപയോഗിക്കില്ല. പിന്നെ ഒരു റിലേഷൻ കൂടി നമുക്കിവിടെ ഫോളോ ചെയ്യാം, അതായത് വേറൊരു റെപ്രസെൻറ്റേഷൻ കൂടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ആ മെത്തേഡിലാണ് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അസംഷൻ ഇതാണ് ഇവിടെ എടുക്കുന്നത്. ലെറ്റ് അവിടെയാണ് സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ടുവരുന്നത്. ലെറ്റ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് mod വൈ കെ ഓഫ് എൻ സ്ക്വയർ, അതായത് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ മോഡുലസ് സ്ക്വയർ സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഈക്വൽ ടു എസ് സ്ക്വയർ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod എക്സ് ഓഫ് എൻ സ്ക്വയർ. ഈ രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ വേർ എസ് എന്ന് പറയുന്നത് ഇസ് ദ സ്കെയിലിംഗ് ഫാക്ടർ. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ.
ഫസ്റ്റത്തെ ആ നോഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നോഡിൻ്റെ അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ സമ്മേഷൻ, ഇൻഫിനിറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ മോഡുലസ് വാല്യൂൻ്റെ സമ്മേഷനെ ഒരു സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എസ് എന്ന ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് എടുക്കുക. ഏതിൻ്റെ ടേംസിൽ? നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടേംസിൽ. അതാണ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പ്രഷൻ്റെ ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും നേരത്തെ പോലെ നമുക്ക് അസ്യൂം ചെയ്യാം let the maximum value of input നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. let the maximum value of input be ax. നേരത്തെ പോലെ തന്നെ ax തന്നെ such that നേരത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മോഡ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്തായിട്ടും മാറ്റി എഴുതാം. ദെൻ വി ഹാവ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. ഇപ്പോൾ എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് വിൽ ബി എ കോൺസ്റ്റന്റ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദിസ് വിൽ ബി ഈക്വൽ ടു സി. ഓക്കെ, പിന്നെ നമുക്ക് ഓൾറെഡി വി ഹാവ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് വൈ കെ ഓഫ് എൻ സ്ക്വയർ ഈക്വൽ ടു, ഇപ്പം നമുക്ക് എന്താ എഴുതാം? എസ് സ്ക്വയർ ഇൻറ്റു സി എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് സി എന്നുള്ളത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇതിനെ എസ് സ്ക്വയർ ഇൻറ്റു സി എന്ന് എഴുതാമല്ലോ. ഓർ നമുക്ക് വേണ്ടത് എസ് സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓർ വി ഹാവ് എസ് സ്ക്വയർ ഈക്വൽ ടു വാട്ട്? സി ഡിവൈഡഡ് ബൈ ഈ ഇത് സമ്മേഷൻ വരും സിഗ്മ n equal to minus infinity to infinity mod yk of n square. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലത്തെ yk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താ കൺവല്യൂഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ വലുതൊന്നും ചെയ്യുന്നില്ല. സോ സമ്മേഷൻ ഇത് പുറത്ത് അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അതവിടെ നമ്മൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്? കൺവല്യൂഷൻ. ഇപ്പോൾ മോഡ് അവിടെ ഉണ്ട്. സിഗ്മ വേരിയബിൾ എം ആയിട്ടാണ് നേരത്തെ എഴുതിയായിരുന്നത്, അതേപോലെ തന്നെ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്ന എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? എച്ച് കെ ഓഫ് എം ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് എം മോഡുലസ് സ്ക്വയർ, ഈ രീതിക്ക് വരും. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതാണ് അടുത്തത് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് സി ഡിവൈഡഡ് ബൈ സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സമ്മേഷൻ m ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നു മോഡ് എച്ച് കെ ഓഫ് എം സ്ക്വയർ ഇൻറ്റു മോഡ് എക്സ് ഓഫ് n minus m square. Okay, so this will be equal to c divided by എന്തായിട്ട് മാറും? ഈ സമ്മേഷൻ ഇവിടെ ഞാൻ എന്താ പറയുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. സമ്മേഷൻ m ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇങ്ങോട്ട് കൊടുത്തു. മോഡ് എച്ച് കെ ഓഫ് എം, അതിലാണല്ലോ എമ്മിൻ്റെ വാല്യൂകൾ വരുന്നത്. മോഡ് എച്ച് കെ ഓഫ് എം സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അടുത്ത n ഇതിലേ ഉള്ളൂ, മോഡ് എക്സ് ഓഫ് എൻ മൈനസ് എം സ്ക്വയർ. സോ ഈ രീതിക്ക് എഴുതാം. ഈ രീതിക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാം ഏതാ ഈ ഒരു സാധനം. രണ്ടാമത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടാണ്. അതിൻ്റെ നമ്മൾ മാക്സിമം ലിമിറ്റ് എത്രയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഇതിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, സിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഈ ഒരു ഇതിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് എഴുതാം? കോൺസ്റ്റന്റിന് ആ സി തന്നെ വരാൻ പോകുന്നത് സി എന്ന് എഴുതാം. നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ളതാണ് ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു സി എന്നുള്ളത്. അപ്പോൾ ആ രീതിക്ക് ഇവിടെയും അതിനെ സി എന്ന് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സമ്മേഷൻ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് കെ ഓഫ് എം
സ്ക്വയർ ഇൻറ്റു എന്ത് വരും, സി എന്നുള്ള രീതിയിൽ വരും. സോറി, സ്ക്വയർ ഇൻറ്റു സി എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതിൽ എന്ത് ക്യാൻസൽ ആയി പോകും, ഈ സി അവിടെ ക്യാൻസൽ ആയി പോകും. ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ എം എന്നുള്ളത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് എൻ എന്നുള്ള രീതിയിൽ, അതായത് ഇവിടുത്തെ വരിക എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് കെ ഓഫ് എം സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, എസ് സ്ക്വയർ. അപ്പം അത് സിംപ്ലി എസ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് മാത്രമേ എഴുതുള്ളൂ, ദ എസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ 1/1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, വാരിയബിൾ ഏതായാലും കുഴപ്പമില്ല, മോഡ് എച്ച് കെ ഓഫ് എൻ സ്ക്വയർ. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്കെയിലിംഗ് ഫാക്ടർ സ്ക്വയർ വാല്യൂ കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണും, സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാം. സോ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു ഇതിൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഏത് നോഡിലാണോ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എന്ത് സ്കെയിലിംഗ് പറയുന്നത്, ആ ഒരു നോഡിലത്തെ ഇമ്പൾസ് റെസ്പോൺസ് കാണുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈ ഒരു റിലേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടും, സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ സ്ക്വയർ കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എച്ച് കെ ഓഫ് എൻ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എച്ച് കെ ഓഫ് എൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ അത് ലെറ്റ് ടി കെ സെഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ ആ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊത്തം സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ആവശ്യം വരില്ല, ആ കറസ്പോണ്ടിങ് ഒരു നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് അത് എടുത്ത് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതായത് പറഞ്ഞതാണ്, ഇപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു കേസ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എടുത്തതെങ്കിൽ ഇതിൽ നമുക്ക് ഈ കെ എന്ന് പറഞ്ഞ നോഡിലത്തെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മൊത്തം സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് എന്ത്, എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടും ഇവിടുത്തെ ഡബ്ല്യു ഓഫ് എനും തമ്മിലുള്ള, അപ്പോൾ ഈ ഒരു റേഞ്ച് ഇതുവരെയുള്ള സാധനം മാത്രം മതി. ഇപ്പോൾ അതൊരു H1 സെറ്റ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മാത്രമേ വരുള്ളൂ. ഈ H1 സെറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിനോമിനേറ്റർ 1/1 പ്ലസ് y1 സെറ്റ് റേസ് ടു -1 പ്ലസ് a2 സെറ്റ് റേസ് ടു -2, ആ ഒരു ഇത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എച്ച് കെ ഓഫ് എൻ കിട്ടും. അതിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മളെ സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാനുള്ളൂ.